ഹലോ ഗായ്സ്, അപ്പോൾ അതാ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല നാടൻ കമ്പും ഇഡ്ഡലി അതിക്ക് ചട്നി ഉണ്ടായിരുന്നു, പിന്നെ നല്ല സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാറക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു കമ്പം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ പാറക്കുട്ടിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അവൾ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കട്ടെ ഷർട്ട്. അങ്ങനെ ഏട്ടന് ഷർട്ട് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളൊരു കടയിൽ ഷർട്ടിൻ്റെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല ഷർട്ടും പാൻറ്റും എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കളക്ഷൻസുള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ജീൻസിൻ്റെ പാൻറ്റായാലും നല്ല മോഡൽസും കാര്യങ്ങളുള്ള കടയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അവിടുന്ന് ഷർട്ടും പാൻറ്റും എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോണ വഴിയിൽ ഒരു നല്ല താമരക്കുളം കണ്ടിട്ടോ, നല്ല അടിപൊളി താമരക്കുളം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു താമരക്കുളം കണ്ടിട്ടുള്ളത്. അമ്പലത്തിൽ പോയ ഒരു ടൈമിൽ ഞാൻ വിട്ടുന്ന് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ എടുത്തെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. വലിയ ആഴം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വഴുക്കലും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് വിട്ട് നട്ടാ കണ്ടത്. ഒരുപാട് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഈ ഒരു മഴക്കാലത്ത് ഇവിടെ ഉണ്ടാവും ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയത്. പിന്നെ പാറക്കുട്ടിക്ക് കിളീനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിളി ഞങ്ങളുടെ അടുത്ത് ലവ് ബേർഡ്സ് കുറേ ഉണ്ടായിരുന്നു, ഒക്കെ ചത്തുപോയതായിരുന്നു. അപ്പോൾ വീണ്ടും ഏട്ടന് വന്നതിന് ശേഷം വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും വാങ്ങാനായിട്ട് ഞങ്ങൾ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പല നിറത്തിൽ പല എന്താ പറയുക രൂപത്തിലുള്ള പല പല ടൈപ്പ് കിളികളുണ്ടായിരുന്നു. ലവ് ബേർഡ്സ്, അതേപോലെ ഫ്രിഞ്ചസ്, ആഫ്രിക്കൻ തത്ത, പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി കിളികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ ഈ ഒരു വൈറ്റ് കിളീനെ കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പേരെന്താ കറക്റ്റ് അറിയില്ല. അപ്പോൾ ഒരു വൈറ്റ് കിളീനെ വാങ്ങിയിട്ട് പാറക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ 2 ജോഡി അങ്ങനെ 4 കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ എന്താ ഞങ്ങൾ കൂട് വാങ്ങിയിട്ടുണ്ട്, ബ്ലാക്ക് കൂട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പാറക്കുട്ടി എന്തായാലും ഭയങ്കര ഹാപ്പിയിലാണേ. ഈ ഒരു കിളീനെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, ചെറിയ കുഞ്ഞി കിളിയാണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഓറഞ്ച് ചുണ്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ വാങ്ങാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പാറക്കുട്ടിക്ക്. പിന്നെ മീൻ പെട്ടെന്ന് ചത്ത് പോവുകയാണ്. ഞങ്ങൾ ഒരുപാട് വളർത്തിയതാണ്, അപ്പോൾ പെട്ടെന്ന് ചാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിമേക്ക് തിരിഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പൂച്ചക്കുട്ടിൻ്റെ ആൾ ആദിക്കുട്ടനാണ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം പൂച്ചയുടെ അടുത്ത് ആദിക്കുട്ടൻ നിൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഞങ്ങൾ കാറിൽ കിളീനെ വാങ്ങിയിട്ടുണ്ട്. കാറിൽ കയറ്റാൻ വേണ്ടിയിട്ട് ആ കാറിൽ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ വിശന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറക്കുട്ടിക്ക് ഞാൻ വാരി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ പോയത് വീട്ടിലെത്തി. അവിടെ നേരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ പോയത് ഈ ഒരു ഗാർഡനിലേക്കാട്ടോ. ഇവിടെ മാവ്, തെങ്ങ്, സപ്പോട്ട, അങ്ങനെ ഏതെല്ലാം ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പേരയ്ക്കേൻ്റെ ഒരു തൈ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അങ്ങനെ പല ഒരു പച്ച കളർ, അതായത് ഒരു മെറൂൺ കളറിലുള്ളൊരു കാപ്പി കളർ, ആ ഒരു ലെവലിലുള്ളൊരു പേരയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നോർമൽ പേരയ്ക്കായിട്ടാണ് വാങ്ങിയത്. പിന്നെ അതേപോലെ ഞങ്ങൾ രാത്രിയായി. അപ്പോൾ ഞങ്ങളൊരു നല്ല അടിപൊളി തട്ടുകടയിലാട്ടോ ഞങ്ങൾ കയറിയത്. ഹോട്ടലിലാട്ടോ, അടിപൊളി ഹോട്ടലിലാണ്. അതിൽ കാടകളാട്ടോ, മെയിനായിട്ടുള്ള കാട എന്നിട്ട് കുറേ കാലമായി. കാട കണ്ടപ്പോൾ തന്നെ നാവിൽ കൊതി ഊറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാട വാങ്ങാൻ വേണ്ടിയിട്ട് ചോറിന് പകരം ഞങ്ങൾ പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാട ഫ്രൈയും, അതേപോലെ ബീഫ് പൊരിച്ചതും, അതേപോലെ നല്ല അടിപൊളി, നല്ല എന്താ പറയുക നൂല് പോലെ നിൽക്കുന്ന നല്ലൊരു പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിക്കിതാ നല്ല അടിപൊളി ഗ്രേവി കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കറി ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ ബീഫിൻ്റെ ഈ ഒരു പൊരി അടിപൊളിയായിരുന്നു, കാടിയും അടിപൊളിയായിരുന്നു. നല്ല ഫുഡ്, ഞങ്ങൾ കഴിച്ചതിൽ ഏറ്റവും നല്ലൊരു ഫുഡാട്ടത്. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ തൊട്ടടുത്ത് ഞങ്ങൾ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വല്യമ്മേൻ്റെ വീട്ടിലത്തെ തൊട്ടടുത്തുള്ളൊരു വൈബായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല അടിപൊളി സ്ഥലം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബായ്.